Chapter 1, question number 60. NCERT, page number 44, illustration 16. Shiv E. Narayan Education Trust provides information in regard to receipts and payments account and income and expenditure account for the year ended 31st March 2017. നമുക്കിവിടെ താഴെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് തന്നിരിക്കുന്നത്. ഡേറ്റ് ഏതാണ്? 31st March 2017. അപ്പോൾ ഇതിൻ്റെ കറൻറ്റ് ഇയർ എന്ന് പറയുന്നത് ഏതായിരിക്കും? 1st April 2016 to 31st March 2017. ഓപ്പണിംഗ് 1st April 2016, ക്ലോസിംഗ് 31st March 2017. അപ്പോൾ ഇവിടെ നമുക്ക് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നിട്ടുണ്ട്, അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ താഴെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ എന്താ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രിപ്പയർ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. നമ്മളിതുവരെ ചെയ്യാത്തതാണ്, എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഇത് ചെയ്യുന്നത്. എന്നാലും പറ്റാവുന്നവരൊക്കെ ഇത് മനസ്സിലാക്കി ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തരും, അഡീഷണൽ ഇൻഫോർമേഷൻ തരും, അതിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഇത് പ്രിപ്പയർ ചെയ്യാനാണ് ഇതുവരെ പഠിച്ചത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതോ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും അഡീഷണൽ ഇൻഫോർമേഷനും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തന്നിട്ടുണ്ട്, അതിൽ നിന്നും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്തിരിക്കണം. നമുക്കറിയാം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തരുന്നതെല്ലാം എന്താണ്? കറൻറ്റ് ഇയറിൽ റിസീവ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് തരുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടോ അതിൽ ഓപ്പണിങ്ങിലെയും ക്ലോസിങ്ങിലെയും എമൗണ്ടുകൾ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ടുകളാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്യണം? ഒരു ഐറ്റം എടുക്കുക, അത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും തന്നിരിക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് നോക്കി നോക്കാം, കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്തുകൊണ്ടാണ് ആ ചേഞ്ചസ് വന്നതെന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തന്നിരിക്കുന്ന ഐറ്റത്തിൻ്റെ ഓർഡറിൽ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ തന്നിരിക്കുന്നതായിട്ട് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലെ എമൗണ്ടിൽ എന്തോ മാറ്റമാണോ വന്നിരിക്കുകയാണ്, കൂടുകയാണോ കുറയാണോ ചെയ്തിരിക്കുന്നത്, അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും എഴുതണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഓപ്പണിങ്ങിലാണ് തന്നിരിക്കുന്നത്, അതെവിടെ എഴുതാം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. അടുത്തത് നോക്കാം. സബ്സ്ക്രിപ്ഷൻ 3 വർഷത്തെ തന്നിട്ടുണ്ടല്ലോ. 15 to 16 12,000, 16 to 17 46,000, 17 to 18 15,600. ഇപ്പോൾ 15 to 16 എന്ന് പറയുമ്പോൾ ഏതാണ്? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഇനി 2017 to 18 തന്നിട്ടുണ്ട്, അതേതാണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. അത് നമ്മൾ എവിടെ എഴുതാറ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് എഴുതാറ്. ഇനി കറൻറ്റ് ഇയറിൽ എത്രയാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിരിക്കുന്നത്? 46,000. ഇനി നമുക്കതിന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തന്ന എമൗണ്ടായിട്ട് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം. എത്ര ഇൻകം ആൻഡ് സൈഡിൽ തന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ? 46,000. അപ്പോൾ ഇവിടെ റെസിപ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന കറൻറ്റ് ഇയറിലെ സബ്സ്ക്രിപ്ഷൻ 46,000, ഇൻകം സൈഡിൽ തന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ 46,000. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? രണ്ട് സൈഡിലും, അതായത് രണ്ട് അക്കൗണ്ടിലും എമൗണ്ട് സെയിം ആയതുകൊണ്ട് ഇവിടെ ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ഇല്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട് എഴുതാനുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്, അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഒന്ന് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. അപ്പോൾ ഇവിടെ ഇല്ലാത്തത് ഏതൊക്കെയാണ്? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അത് രണ്ടും ഇല്ല എന്ന് മനസ്സിലായത് എങ്ങനെയാണ്? ഇവിടെ റെസിപ്റ്റ് സൈഡിൽ കറൻറ്റ് ഇയറിൽ 46,000 ആണ് തന്നിരിക്കുന്നത്, ഇൻകം സൈഡിലും 46,000 തന്നെയാണ് തന്നിരിക്കുന്നത്. അതായത് സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കളക്ട് ചെയ്യേണ്ടത് മുഴുവനായിട്ടും കളക്ട് ചെയ്ത് കഴിഞ്ഞു, പെൻഡിങ്ങിൽ ഒന്നും തന്നെ ഇല്ല. അടുത്ത ഐറ്റം നോക്കി നോക്കാം. റെസിപ്റ്റ് സൈഡിൽ എൻട്രൻസ് ഫീസ് 25,200. ഇനി ഇൻകം സൈഡിൽ എത്രയാണ് തന്നേക്കണമെന്ന് നോക്കി നോക്കാം. എൻട്രൻസ് ഫീസ്, അപ്പോൾ ഇവിടെ എൻട്രൻസ് ഫീസ് ഇൻകം സൈഡിൽ തന്നിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും തരാത്തത്? അവിടെ എൻട്രൻസ് ഫീസിനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞേക്കാണ്, അതുകൊണ്ടാണ് ഇൻകം സൈഡിൽ എഴുതാത്തത്.
അപ്പോൾ ക്യാപിറ്റലൈസ് ചെയ്യാനാണെന്നുള്ളത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അതെവിടെ എഴുതണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇത് സൊല്യൂഷനിലുണ്ട്, അപ്പോൾ അത് നിങ്ങൾ നോക്കി വയ്ക്കാൽ മതി. ഇപ്പം ഞാൻ പറയുന്ന ഓർഡറിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്യാം. അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്ന സൊല്യൂഷൻ നോക്കിയാൽ മതി. അടുത്തത് ട്യൂഷൻ ഫീസ് 16 to 17, 17 to 18. നമുക്കറിയാം കറൻറ്റ് ഇയർ ഏതാണ്? 16 to 17. അപ്പോൾ നമുക്കിവിടെ നോക്കുക 17 to 18 ഉണ്ട്. അതെന്താണ്? അഡ്വാൻസ് ആണ്. ഈ വർഷം മേടിച്ചിട്ടുള്ള അഡ്വാൻസ് ആണ്. അതവിടെ എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. ഇനി കറൻറ്റ് ഇയറിൽ കളക്ട് ചെയ്ത ട്യൂഷൻ ഫീസ് എത്രയാണ്? 80,000. അതേസമയം ഇൻകം സൈഡിൽ തന്നിരിക്കുന്ന ട്യൂഷൻ ഫീസ് നോക്കി നോക്കിയേ 90,000. അപ്പോൾ ഇവിടെ റെസീപ്റ്റ് സൈഡിൽ 80,000 ആണ്. അതായത് ഈ വർഷം മേടിച്ചിരിക്കുന്നത് 80,000 ആണ്. അതേസമയം ഇൻകം സൈഡിൽ അവർ പറഞ്ഞിരിക്കുന്നത് 90,000 ആണെന്ന്. എന്തുകൊണ്ടായിരിക്കാം ഇവിടെ കൂടിയിരിക്കുന്നത്? അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ട്യൂഷൻ ഫീസ് ഉള്ളതുകൊണ്ടാണ് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്താ ചെയ്യാറ്? ആഡ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ എത്ര രൂപയാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്? ഇവിടെ റെസീപ്റ്റ് സൈഡിൽ 80,000 ആണല്ലോ, ഇൻകം സൈഡിൽ 90,000. അപ്പോൾ ഇവിടെ എത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? 10,000. അപ്പോൾ ഈ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ട്യൂഷൻ ഫീസ് എവിടെ എഴുതണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. നെക്സ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 15 to 16, 16 to 17. അപ്പോൾ ഇവിടെ 15 to 16 4,000 തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കറിയാം, അതെവിടെ എഴുതാം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. 16 to 17 എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഇയറിലാണ്. കറൻറ്റ് ഇയറിൽ എത്രയാണ് റിസീവ് ചെയ്തിരിക്കുന്നത്? 6,000. അപ്പോൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്രയാണ് എഴുതിയിരിക്കുന്നത് നോക്കി നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ എത്ര എഴുതിയിരിക്കുന്നത്? 6,800. അപ്പോൾ 6,000 ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഇൻകം സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 6,800 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ 800 ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്? അവിടെ നമ്മൾ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഏത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും? ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. എത്രയാണ്? 800. അപ്പോൾ അതവിടെ എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. നെക്സ്റ്റ് വൺ, ഇവിടെ അഡ്വാൻസ്, സോറി ഇല്ല, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് വൺ, മിസ്ലേനിയസ് റെസീപ്റ്റ്സ് 7,200. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര എഴുതിയെന്ന് നോക്കി നോക്കാം. മിസ്ലേനിയസ് ഇൻകം 7,200. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് രണ്ട് അക്കൗണ്ടിൽ ഒരേ എമൗണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? ഇവിടെ മിസ്ലേനിയസ് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞ് മേടിച്ചിരിക്കുന്ന മുഴുവൻ എമൗണ്ടും മേടിച്ചിട്ടുണ്ട്. പെൻഡിങ്ങിൽ ഒന്നും തന്നെയില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഐറ്റം ഓപ്പണിങ്ങിലോ ക്ലോസിങ്ങിലോ എഴുതേണ്ട കാര്യമില്ല. അടുത്തത് പേയ്മെൻറ്റ് സൈഡ് എടുക്കാം. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 6,000. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര തന്നേക്കുന്നത് നോക്കുക. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ തന്നിരിക്കുന്നത് എത്രയാണ്? 7,800. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ 6,000 കൊടുത്തതായിട്ട് കാണിച്ചിട്ടുള്ളൂ. അതേസമയം എക്സ്പെൻഡിച്ചർ സൈഡിൽ 7,800 ആണ്. അപ്പോൾ എമൗണ്ട് കൂടുതലായിട്ടാണ് എക്സ്പെൻഡിച്ചറിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവിടെ എമൗണ്ട് കൂടി ഉണ്ടായിരിക്കുക? ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പോൾ എത്രയാണ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് വരുന്നത്? 1,800. അതെവിടെ എഴുതണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണം. അടുത്തത് ലൈറ്റിംഗ് ആൻഡ് വാട്ടർ 2,600. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ 2,600. അപ്പോൾ രണ്ട് സൈഡിലും ഒരുപോലെ തന്നെയാണല്ലോ. അപ്പോൾ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഓപ്പണിങ്ങിലോ ക്ലോസിങ്ങിലോ എഴുതേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ, റെൻറ്റ് 21,000. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ 24,000 ആണ്. അപ്പോൾ ഇവിടെയും ഇൻകം സൈഡിൽ എക്സ്പെൻഡിച്ചർ സൈഡിൽ എമൗണ്ട് കൂടിയിരിക്കുകയാണ്. 3,000 ആണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും കൂടി ഉണ്ടായിരിക്കുക? ഔട്ട്സ്റ്റാൻഡിങ് ഉള്ള കാരണമായിരിക്കും. അപ്പോൾ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. നെക്സ്റ്റ് വൺ, അഡ്വർടൈസ്മെൻറ്റ് 2,820. ഇവിടെ ഇൻകം സൈഡിൽ തന്നിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റോ 3,200. ഇവിടെയും എമൗണ്ട് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എമൗണ്ട് കൂടിയതിൻ്റെ കാരണം ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ആ ഡിഫറൻസ് എവിടെ എഴുതണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണം. നെക്സ്റ്റ് വൺ, മിസ്ലേനിയസ് എക്സ്പെൻസസ് 4,400. ഇൻകം സൈഡിൽ പേയ്മെൻറ്റ് സൈഡിൽ എത്രയാണ്? 4,400. അപ്പോൾ രണ്ട് സ്ഥലത്തും എമൗണ്ട് ഒരുപോലെയാണ്. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട കാര്യമില്ല. നെക്സ്റ്റ് വൺ, സ്റ്റാഫ് സാലറീസ് 85,000. ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ സ്റ്റാഫ് സാലറി എത്രയാണ്? 84,000 ആണ്. അപ്പോൾ പേയ്മെൻറ്റ് സൈഡിൽ 85ഉം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ 84 ആണ്. അപ്പോൾ ഇവിടെ എമൗണ്ട് കുറഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ അവിടെ നമ്മൾ എന്തുകൊണ്ടായിരിക്കും കുറഞ്ഞിട്ടുണ്ടായിരിക്കുക? ലെസ് ചെയ്യുന്ന കാരണമാണല്ലോ. ലെസ് ചെയ്യുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ഏതാണ്? പെയ്ഡ് ഇൻ അഡ്വാൻസ്. എത്ര എമൗണ്ട്? 1000. 85,000 മൈനസ് 84,000. അപ്പോൾ ഇവിടെ അഡ്വാൻസ് എന്ത് ചെയ്യണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. നെക്സ്റ്റ് വൺ, ഫർണിച്ചർ പർച്ചേസ്ഡ് 28,000. ഫർണിച്ചറിൻ്റെ നമുക്കിവിടെ ഓപ്പണിങ്ങിലും തന്നിട്ടുണ്ട് ഫർണിച്ചർ 48,000. അപ്പോൾ എങ്ങനെയൊക്കെ എഴുതാം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഫർണിച്ചർ 48,000. ഇനി നമുക്കറിയേണ്ടത് ഈ ഫർണിച്ചർ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണ്ടേ എന്നുള്ളതാണ്. നമുക്കറിയാം സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ എവിടെ തന്നിട്ടുണ്ടായിരിക്കും? റെസിപ്റ്റ് സൈഡിൽ നടന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ സെയിലൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇവിടെ പർച്ചേസ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എന്ത് എഴുതാം? ഓപ്പണിംഗ് ഫർണിച്ചർ 48,000 ആഡ് ഫർണിച്ചർ പർച്ചേസ് 28,000. നെക്സ്റ്റ് വൺ, ഓണേറിയം പേയ്മെൻറ്റ്സ് 15,000. ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ തന്നിരിക്കുന്ന ഓണേറിയം എത്രയാണ്? 15,000. മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും തന്നെ നടന്നിട്ടില്ല. അടുത്തത് ബുക്സ് 5,000. നമുക്കറിയാം ഓപ്പണിങ്ങിൽ തന്നിട്ടുണ്ട് ബുക്സ് 20,000. അപ്പോൾ ഇത് ഓപ്പണിംഗ് ഈ 20,000 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. സെയിൽസ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ഓപ്പണിംഗ് ബുക്സ് 20,000 ആഡ് പർച്ചേസസ് 5,000. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എവിടെ നോക്കിയാലും അറിയാം. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അവിടെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കി നോക്കുക. ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ ഡിപ്രീസിയേഷനോ ബുക്സ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഓപ്പണിംഗ് ബുക്സും പ്ലസ് പർച്ചേസസും കൂടി എവിടെ എഴുതാം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിലുള്ള മിസ്റ്റേക്കാണ്, ഡിപ്രീസിയേഷൻ ഫർണിച്ചറിൻ്റെ കാര്യമാണ്. അതൊന്നും കൂടി ഇവിടെ പറയാം. ഓപ്പണിംഗ് ഫർണിച്ചർ എത്രയാണ്? 40,000. സെയിൽസ് ഇവിടെ ഇല്ല. അഡീഷണൽ പർച്ചേസ് ഉണ്ട് 28,000. ഇനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ നോക്കേണ്ടത് ഡിപ്രീസിയേഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ്. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് എവിടെ തന്നിട്ടുണ്ടായിരിക്കും? എക്സ്പെൻഡിച്ചർ സൈഡിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ എത്രയാണ് എക്സ്പെൻഡിച്ചർ സൈഡിൽ തന്നിരിക്കുന്നത്? ഡിപ്രീസിയേഷൻ 4,000. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഓപ്പണിംഗ് ഫർണിച്ചർ പ്ലസ് പർച്ചേസസ് ലെസ് ഡിപ്രീസിയേഷൻ 4,000. അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആയിരിക്കണം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ ഡിപ്രീസിയേഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അത് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് വൺ, ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ക്ലോസിംഗ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഇനി ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ഐറ്റം കൂടി ബാക്കിയുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് 1,60,000. അതെന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണം. സെയിൽ നടത്തിയതിനെ കുറിച്ച് റെസിപ്റ്റ് സൈഡിലൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഓർഡറിൽ എല്ലാ ഐറ്റവും എഴുതാം. അതിനുശേഷം നിങ്ങൾ ഇതിലത്തെ സൊല്യൂഷൻ നോക്കുക. അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ആവർത്തിച്ച് കേട്ട് നിങ്ങളത് നോട്ട്ബുക്കിലേക്ക് എഴുതാം.